ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിൻ്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 16. ഈസ സ്വഹാബികളോട് പറഞ്ഞു, ഒരു പണക്കാരന് ഒരു മുശറഫ് ഉണ്ടായിരുന്നു. തൻ്റെ സ്വത്തെല്ലാം ഈ മുശറഫ് ദൂർത്തടിച്ചു കളയുന്നു എന്ന് ഈ മാലിക്കിന് പരാതി കിട്ടി. മാലിക് അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നീ നോക്കി നടത്തിയതിൻ്റെ ഹിസാബ് കൊണ്ടുവരിക. നീ ഇനി മുതൽ എൻ്റെ മുശറഫ് ആയിരിക്കേണ്ട. ആ മുശറഫ് കൽബിൽ പറഞ്ഞു, മാലിക് എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. ഞാനിനി എന്തു ചെയ്യും? കിളക്കുവാൻ എനിക്ക് താക്കത്തില്ല, സ്വതക്ക ചോദിക്കാൻ നാണക്കേട് തോന്നുന്നു. എന്നാൽ മാലിക് എന്നിൽ നിന്ന് മേൽനോട്ടത്തിൻ്റെ ജോലി മാറ്റുമ്പോൾ ആളുകൾ അവരുടെ പുരകളിൽ എന്നെ കബൂലാക്കാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ മാലിക്കിൽ നിന്ന് കടം വാങ്ങിയ ഓരോരുത്തരെ അവൻ വിളിച്ചു. ആദ്യത്തെ ആളിനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ മാലിക്കിന് എത്ര കടം തിരികെ കൊടുക്കാനുണ്ട്? 100 കുടം ജെയ്ത്തൂൻ എണ്ണ എന്നവൻ പറഞ്ഞു. മുശറഫ് പറഞ്ഞു, നിന്റെ പറ്റുചീട്ടെടുത്ത് വേഗം ഇരുന്ന് 50 കുടം എന്ന് മാറ്റി എഴുതുക. പിന്നീട് അവൻ രണ്ടാമത്തവനോട് ചോദിച്ചു, നീ മാലിക്കിന് എത്ര കടം വീട്ടാനുണ്ട്? 100 പറ ഗോതമ്പ് എന്നവൻ പറഞ്ഞു. മുശറഫ് പറഞ്ഞു, നിന്റെ പറ്റുചീട്ടെടുത്ത് 80 പറ ഗോതമ്പെന്ന് മാറ്റി എഴുതുക. ഇങ്ങനെ കൗശലത്തോടെ ചെയ്തതിനാൽ ളാലിമായ മുശറഫിനെ പറ്റി മാലിക് മദ്ഹ് പറഞ്ഞു. ഈ ദുനിയാവിൻ്റെ മക്കൾ തങ്ങളെപ്പോലെയുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ കൗശലക്കാരാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൗകിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്വദീഖുകളെ ഉണ്ടാക്കുക. അങ്ങനെ സമ്പത്തില്ലാതാകുമ്പോൾ നിങ്ങളെ മൻസുലിൽ അബദിയിലേക്ക് കബൂൽ ചെയ്യും. ചെറിയ കാര്യത്തിൽ അമീനായവൻ വലിയ കാര്യത്തിലും അമീനായിരിക്കും. ചെറിയ കാര്യത്തിൽ ളാലിമായവൻ വലിയ കാര്യത്തിലും ളാലിമായിരിക്കും. ലൗകിക സമ്പത്തിൻ്റെ കാര്യത്തിൽ അമീനായിരിക്കുന്നില്ലെങ്കിൽ ഹഖീഖത്തായ സമ്പത്ത് ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റുള്ളവരുടെ മുതലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അമീനല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് എന്തെങ്കിലും ആര് തരും? ഒരു ഖാദിമിനും 2 മാലിക്കുമാരെ ഖിദ്മത്ത് ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ഒരാളെ വെറുക്കുകയും മറ്റവനെ ഹുബ്ബ് വെക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരാളോട് അമീനായിരിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. അള്ളാഹുവിനും ലൗകിക സമ്പത്തിനും ഒരുപോലെ ഖിദ്മത്ത് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ മക്കാറാക്കി. അവൻ അവരോട് പറഞ്ഞു, ഇൻസാന്റെ മുമ്പിൽ നിങ്ങൾ നഫ്സിയായി സ്വാലിഹാക്കുന്നു, എന്നാൽ അള്ളാഹു നിങ്ങളുടെ കൽബുകളെ അറിയുന്നു. ഇൻസാന് അഫ്ളലായി തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹു വെറുക്കുന്നു. മൂസയുടെ തൗറാത്തിൻ്റെയും നബിമാരുടെയും വക്ത് മഹ്മൂദിയക്കാരൻ യഹിയ വരെയായിരുന്നു. അന്നു മുതൽ അള്ളാഹുവിൻ്റെ രാജ്യത്തിൻ്റെ ഇഞ്ചീലിൻ്റെ വയല് പറയുന്നു. എല്ലാവരും ബലാത്കാരമായി അതിൽ കടക്കാനായി പരിശ്രമിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബുൽ മുഖദ്ദസിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നതാണ്. ബീവിയെ മൊഴിചൊല്ലി മറ്റൊരുവളെ നിക്കാഹ് ചെയ്യുന്നവൻ സിന ചെയ്യുന്നു. മാപ്പിള മൊഴിചൊല്ലിയവളെ നിക്കാഹ് ചെയ്യുന്നവനും സിന ചെയ്യുന്നു. ഒരു പണക്കാരനുണ്ടായിരുന്നു. അവൻ തിളങ്ങുന്ന നിറമുള്ള വിലയേറിയ പട്ടുടുത്തും ദിവസേന സുഖലോലുപതയിലും വിഭവസമൃദ്ധമായ ഉജീനം കഴിച്ചും പോന്നു. അവൻ്റെ പടിപ്പുരവാതിൽക്കൽ ലാസർ എന്നു പേരുള്ള ഒരു മിസ്കീൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ ചൊറി കൊണ്ട് നിറഞ്ഞിരുന്നു. പണക്കാരൻ്റെ തീന്മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പു തീർക്കാൻ അവൻ കൊതിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ ചൊറി നക്കുമായിരുന്നു. ആ മിസ്കീൻ മൗത്തായപ്പോൾ മലക്കുകൾ അവനെ ഇബ്രാഹീമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ആ പണക്കാരനും മൗത്തായി ഖബറടക്കപ്പെട്ടു. അവൻ ജഹന്നത്തിൽ ഭയാനകമായ രീതിയിൽ അദാബിലായപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ ഇബ്രാഹീമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അബ്ബാ ഇബ്രാഹീം, എന്നിൽ റഹ്മത്തേകണമേ. ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി അവനെ അയക്കണമേ. കാരണം ഞാൻ ഈ തീയിൽ കിടന്ന് അതിവേദന അനുഭവിക്കുകയാണല്ലോ. എന്നാൽ ഇബ്രാഹിം പറഞ്ഞു, മകനെ, നീ ഓർക്കുക, ഹയാത്തിലിരിക്കുമ്പോൾ എല്ലാ ബർക്കത്തും നിനക്ക് ലഭിച്ചിരുന്നു.
ലാസറിനോ അദാബുകളും. അവൻ ഇപ്പോൾ ഇവിടെ റാഹത്തിലാവുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ ഒരു വലിയ വിടവുണ്ട്. ഇവിടെ നിന്ന് നിങ്ങളുടെ ഖരീബിലേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ ഖരീബിലേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കഴിയുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അബ്ബാ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ ഉപ്പയുടെ പുരയിലേക്ക് അയക്കണമേ എന്ന് ഞാൻ ത്വലബ് ചെയ്യുന്നു. കാരണം എനിക്ക് 5 അഖുമാരുണ്ട്. അവരും അദാബുകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകട്ടെ. ഇബ്രാഹിം പറഞ്ഞു, അവർക്ക് മൂസയും നബിമാരുമുണ്ടല്ലോ, അവരുടെ കലാം കേൾക്കട്ടെ. പണക്കാരൻ പറഞ്ഞു, അബ്ബാ ഇബ്രാഹിം, അങ്ങനെയല്ല. മൗത്തായവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാൽ അവർ പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്ത് മടങ്ങും. ഇബ്രാഹിം അവനോട് പറഞ്ഞു, മൂസയും നബിമാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മൗത്തായവരിൽ നിന്നൊരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല.